നമസ്കാരം. അങ്ങനെ നമ്മുടെ KSRTC വിഷയം ഒരു സൈഡിലൂടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യദുവിനെതിരെയും നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള സൈബർ ആക്രമണം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യം ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യം തെളിയേണ്ടിയിരിക്കുന്നു. കാരണം അതിന്റെ CCTV ദൃശ്യങ്ങളിലെ മെമ്മറി കാർഡ് വരെ മുക്കി. അതിപ്പോ ആര്യ രാജേന്ദ്രന്റെ പാർട്ടിക്കാര് മുക്കിയതാണോ അതോ ഇനി യദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി യദുവിന്റെ ആൾക്കാർ അത് പൊക്കിയതാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്തായാലും റിപ്പോർട്ട് വരട്ടെ, അതന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ആരുടെ ഭാഗത്തെ തെറ്റ് എന്താണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാന്നുള്ളതല്ല, അത് വേറെ ഒന്നുമില്ല. കാരണം മെമ്മറി കാർഡ് വരെ നഷ്ടമായിരിക്കുകയാണ്. അതിലറിയാം പുള്ളി അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചതായിരുന്നു അല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഏതൊരു വണ്ടിയിലേക്ക് ഇടിക്കാൻ പോയി എന്നൊക്കെ രാജേന്ദ്രൻ പറയണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിക്കാർക്ക് അറിയാലോ എന്താണ് ഏതാണെന്നുള്ളത്, ഇടിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ അതിലുള്ള യാത്രക്കാർക്ക് വരെ അറിയാലോ ഇത് ഒറിജിനലാണോ, അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ. പക്ഷെ യാത്രക്കാരും മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക്, എന്നുവെച്ചാൽ ഈ ഡ്രൈവർ യദുവിനെതിരെ മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് നമുക്കിതൊരു തികച്ചൊരു ആരോപണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറൊരു ശാസ്ത്രീയമായിട്ട് തെളിവുകൾ ഉണ്ടോ വെച്ചാൽ രാജേന്ദ്രൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, വീഡിയോ ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള വീഡിയോ ആണെങ്കിൽ പുറത്തു വിട്ട ഓഡിയോ റെക്കോർഡ് പുറത്തു വിട്ട പോലെ എല്ലാം പുറത്തു വിടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോ യദുവിനെതിരെ നമ്മുടെ നടി റോഷ്ന ആൻഡ് റോയ് പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുകയാണ്. അശ്ലീല ഭാഷയിൽ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഡ്രൈവർ എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ആള് യദു മുൻപ് ഇതേപോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്തൊരു മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി, അതിനെതിരെ താൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചാ വിഷയം നടത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പും ഈ യദു പറഞ്ഞ ആൾക്ക് ഇതേ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. മോശമായിട്ട് സംസാരിക്കുക, അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള പറഞ്ഞിട്ടൊക്കെ നിലവിൽ പുള്ളിനെ സംബന്ധിച്ച് കുറച്ച് കേസുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒത്തുതീർപ്പായി അല്ലെങ്കിൽ അതെല്ലാം കോംപ്രമൈസ് ആയി എന്ന് യദു തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ പെൺകുട്ടി, ഈ പറഞ്ഞ നടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്റെ പേജ് വഴിയോ ഒരു രീതിയിലും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിന്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം അത്രയും ഒരു ഇത് എന്താ പറയാ റീച്ചായ ഒരു ന്യൂസാണ് ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രന്റെ. അപ്പോൾ ഇതില് ബന്ധപ്പെട്ട ആരെങ്കിലും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡ്രൈവറുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ വ്യക്തിയായിട്ട് ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിൽ മുമ്പ് പ്രശ്നങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം രംഗത്ത് വരണം. കാരണം തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ പുള്ളിക്കാരൻ ഇന്നല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല, ഇത് വെറുതെ ഒരു പ്രഹസനമാണ് അല്ലെങ്കിൽ KSRTCന്റെ മേലേക്ക് എന്തും കുതിര കയറാന്നുള്ളതൊക്കെയാണ് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രനെതിരെയും ഇതേപോലെയുള്ള കുറ്റകൃത്യത്തിന് കേസെടുക്കണം. വേറൊന്നുമല്ല, പൊതുഗതാഗതം സ്തംഭിപ്പിച്ചു അല്ലെങ്കിൽ പൊതുഗതാഗതം ബുദ്ധിമുട്ടിലാക്കി അങ്ങനെയുള്ള പറഞ്ഞ കേസിലൊക്കെ ചിലപ്പോൾ കേസാക്കേണ്ടി വരും. കാരണം മേയർക്കൊരു നിയമം, സാധാരണപ്പെട്ടക്കാർക്ക് വേറൊരു നിയമം എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ നിയമം രണ്ട് അതിപ്പോ ആര് തെറ്റ് ചെയ്താലും നിയമം അത് തന്നെ വേണം. പക്ഷെ ഈ പറഞ്ഞ നടി ആ സമയത്ത് രംഗത്ത് വരാതെ ഇപ്പൊ ഒരു ഇഷ്യൂ വന്നപ്പോ രംഗത്ത് വന്നതാണ്. പിന്നെ പുള്ളിക്കാരനെ തിരിയുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ റീച്ചിൽ നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളൊരു ചോദ്യം വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വരുള്ളൂ. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അത് ഒതുക്കി തീർത്തു, അങ്ങനെ പോയി എന്നല്ലാതെ ഇതൊരു വലിയൊരു ഇഷ്യൂ ആകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നൊക്കെ പറഞ്ഞ് കുറെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള കുറച്ച് പേരുണ്ട്. അവർ പറയുന്നതും കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം
അതങ്ങനെ പറയുള്ളൂ. കാരണം വേറൊന്നുമല്ല, അതും ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് വെളിപ്പെടുത്തുന്ന സമയത്ത് ഇതൊക്കെ മുമ്പ് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളായിരുന്നു. എന്തിന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇത്രയും തർക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ബിഹേവിയർ എന്ന ഒരാളല്ല. സോ തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നീട് ഒരു വിഷയമാക്കണം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നു. നമ്മളെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് എന്തിനിങ്ങനെ പറഞ്ഞു, എന്തിന് ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ 10 പേര് അറിയുമെങ്കിൽ അറിയട്ടെ. കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പോകുന്നുണ്ട്. പക്ഷെ ഇതാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ് അതിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത്. പക്ഷെ അത് ആരും അങ്ങനെ ഒരു രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും വരട്ടെ. അങ്ങനെ ഇയാളുമായിട്ട് സംബന്ധിച്ച് ഇയാളുടെ മോശം പ്രവർത്തികളിൽ ആരെങ്കിലും ദൃക്സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനെയുള്ള ഒരാളും സർവീസിൽ ഇരിക്കണ്ട എന്ന് തന്നെ പറയാം. കാരണം വേറൊന്നുമല്ല, ഇത്രയും പേരിന്റെ ജീവൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു റഫർ ഡ്രൈവിംഗ് ഒക്കെ നടത്തുമ്പോൾ അവന് വേണ്ടത് അവന് ശമ്പളം കിട്ടും. പക്ഷെ ഇതൊന്നും അറിയാണ്ട് പുറകിലിരിക്കുന്ന യാത്രക്കാരുണ്ട്, പല ആവശ്യങ്ങൾക്കും പല കാര്യത്തിന് വേണ്ടി പോണവർ. അവരുടെ ജീവൻ വരെ അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഡ്രൈവിംഗ് ചെയ്യുന്ന എല്ലാവരെയും പിരിച്ചുവിടണം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്കിംഗ് കൂടിയപ്പോഴാണ് ഇപ്പോൾ ആൾക്കാർ മദ്യപിച്ചിട്ട് വാഹനത്തിൽ നിർത്തിയത്. ഇതിനു മുമ്പ് ഒന്നിനി കണ്ടക്ടർ ആൻഡ് ഡ്രൈവർ മദ്യപിച്ചിട്ടല്ലാതെ വാഹനം എടുത്തിട്ടില്ല. പക്ഷെ പ്രൈവറ്റ് വെഹിക്കിളിൽ ഒരാളും മദ്യപിച്ചതായിട്ട് കണ്ടിട്ടില്ല വാഹനം ഓടിക്കുന്ന സമയത്ത് കൊണ്ടൊക്കെയാണ് വന്നത്. അപ്പോൾ KSRTCനെ ഒന്നടങ്കം മാനം കെടുത്തുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ഓരോ കൂട്ടാനി പിരിച്ചുവിടുന്ന തന്നെയാണ് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നോട്ട് ദ പോയിന്റ്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതന്നെയാണല്ലോ. കാരണം പുള്ളി പറയുന്നത് അതാണ്. കേസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മുമ്പും കഴിഞ്ഞു പോയ കേസുകളാണെന്നാണ് പുള്ളി പറയുന്നത്. എന്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അയാളുടെ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവർ കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ചു കളയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം എന്നാണ്. കാരണം പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിപ്പോ KSRTC മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളിലായാലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ യാത്രക്കാരോട് മോശമായ രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുക, ഇതിന്റെ എതിരെയൊക്കെ കർശനമായിട്ടുള്ള നടപടി വേണം തന്നെയാണ് പറയുന്നത്. കാരണം റോഡ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ഒരു മാർഗം, അല്ലാതെ അവിടെ പലതരത്തിലുള്ള മത്സരങ്ങൾ നടത്താൻ, വാഹനം കൊണ്ടുള്ള മത്സരങ്ങൾ നടത്താനുള്ള ഒരു വേദിയല്ല. അതും യാത്രക്കാരന്റെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ മത്സരം നടത്താനുള്ള ഒരു വേദിയല്ല. അങ്ങനെ ആക്കുകയും വേണ്ട. അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവരിക്കെതിരെ നല്ല രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രി തന്നെയാണ് ഇപ്പോൾ തലപ്പത്തുള്ളതെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർ ഈ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു സ്വീകാര്യതയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇതിനോട് എത്ര ജെന്യൂൻ കേസാണെന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ പഠന റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ പറ്റും. അതിലെ CCTV ദൃശ്യങ്ങളിൽ ഇപ്പോൾ മെമ്മറി കാർഡ് മിസ്സായി വഴികളിലുണ്ടല്ലോ ഇഷ്ടം പോലെ CCTV ദൃശ്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രൈവിംഗ് നിയമലംഘനങ്ങൾ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി തന്നെ വേണം. അതിപ്പോൾ താൽക്കാലികമാണെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മളവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും പേര് ജീവൻ വെച്ച ഒരാൾ ഇങ്ങനെ പന്താടുമ്പോൾ അവനൊരിക്കലും അവിടെ ഇരിക്കാൻ യോഗ്യതപ്പെട്ടവനല്ല എന്നുള്ളത്. ഇതുമാത്രമല്ല, അല്ലാത്തവരായാലും അങ്ങനെയുള്ളവർ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ജോലി വേണ്ട, വേറെ വല്ല പരിപാടി നോക്കട്ടെ.
അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പഠന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടാം. ഇനിയിപ്പോൾ എത്ര പേര് ഇനി ഇതേപോലെ യദുവിനെതിരെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നറിയില്ല. എന്തായാലും അങ്ങനെ അനുഭവങ്ങളെല്ലാം നേരിട്ടവർ തെളിവ് സഹിതം വരട്ടെ. എന്തായാലും വരട്ടെ, പഠന റിപ്പോർട്ട് വരട്ടെ. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യം അറിയാലോ.